ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വെസ്റ്റ് സൈഡിലോട്ട് വന്നിരിക്കുകയാണ് എൻ്റെ ഗ്രാജുവേഷൻ ഔട്ട്ഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് കിട്ടുമെന്ന്. അതും നമ്മൾ ഓഫീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത്രയും സ്ട്രെസ് എടുത്ത് നമ്മൾ വന്നതാണ്. ഓ മൈ ഗോഡ്, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു വെസ്റ്റ് സൈഡ് ഷോറൂമിൽ വരണത്. എനിക്കിതിൻ്റെ അകത്തുനിന്നൊന്നും സെലക്ട് ചെയ്യാൻ പറ്റണില്ല. കളക്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കളക്ഷൻ ഇവിടെ ഇല്ല. ഞാൻ നോക്കുകയാണ്, കിട്ടുമോ എനിക്കറിഞ്ഞൂടാ. കുറച്ച് സ്ട്രെസ്സുണ്ട്, ഇനി അധികം ദിവസമില്ല നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. നോക്കട്ടെ. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയില്ല. അങ്ങനെ ആ ഒരു സ്ട്രെസ്സ് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മലബാർ ഫുഡ് സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഷേക്കും, കിറ്റ്കാറ്റ് ഷേക്കാണെന്ന് തോന്നുന്നു, ഇപ്പം എനിക്കതൊന്നും ഓർമ്മയില്ല, അതും ഷവർമയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇവിടെ ഹൊസൂരിൽ തന്നെ ഉള്ളൊരു കടയാണ്. നമുക്ക് മലപ്പുറം കൈൻഡ് ഓഫ് മലബാർ ഫുഡ്സ് കിട്ടും കോഴിക്കോട്. നമുക്ക് ആ ഒരു ഒത്തൻറ്റിക് സാധനം ഇവിടെ കിട്ടും. അവിടുത്തെ ഷവർമ അടിപൊളിയാണ്. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ഷോപ്പിംഗ് ആണ്. അതായത് തൊട്ടടുത്ത ദിവസം പിന്നെയും ഞാൻ അലയാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 ഡ്രസ്സ് ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു, പാന്തലൂംസിൽ. പിന്നെ അടുത്ത് മാക്സിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കയറി ഇറങ്ങാത്ത കടകളില്ല, ഏരിയയിലുള്ള എല്ലാ കടയിലും അൺലിമിറ്റഡിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് ട്രെൻഡ്സിൽ പോയി. എന്നിട്ടൊന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല ഞാൻ ഉദ്ദേശിച്ച സാധനം. ഫൈനൽ ഡേ ഓഫ് ഷോപ്പിംഗ് ആണ്. സാധനം കിട്ടിയിട്ടേ വരുള്ളൂ നമ്മൾ. ആദ്യമാണ് എൻ്റെ മോട്ടിവേഷൻ. ഞാൻ 2 ദിവസം കൊണ്ട് മോട്ടിവേഷൻ പോയി സ്ട്രെസ്സായിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ അവിടെ ഗ്യാസും ഉണ്ട്. പെട്ടെന്ന് പൂക്കിയായിപ്പോയി. അവൻ അമ്മയെ പോലെ, നമ്മുടെ അമ്മമാരെ പോലെ സ്നാക്സ് ഒക്കെ കൊണ്ടാണ് വന്നേക്കുന്നത്. ഇവിടെ ഡയറ്റിലാണ്, ഇവിടെ കഴിക്കില്ല. അപ്പോൾ ഫുൾ ബിസ്ക്കറ്റ് ഞാനാണ് കഴിക്കാൻ പോണത്. ക്യാമറ വന്നാ ഡൗട്ടൊന്നുമില്ല. ഡയറ്റാണ്, അവിടെ കഴിക്കൂല, ഇങ്ങനെ അഭിനയിക്കുന്നതാണ്. കാട്, മല, Mahatma Road and Indiranagar is close, right? Close only. If you want to go Indiranagar also, you can go. இப்போ காலையில் ஒரு 8 மணிக்கு ஒரு 6 மணிக்கு 6:30 வந்து கிளம்பி 8 o'clock reach பண்ணேன். Train will arrive in South End. ഇപ്പോൾ പുതിയൊരു ഐഡിയ ഓഫ് വെയിൽ കൊള്ളാതിരിക്കണതാണ് ഇത്. ആൾക്കാർ വിചാരിക്കും എനിക്ക് ഭ്രാന്താണെന്ന്. ഇത്രയും ചൂടത്ത് ഇല്ല ഇവിടെ എല്ലാ ആൾക്കാരും ഇങ്ങനെയാണ്. ഞാൻ ഇപ്പം കണ്ട്. അപ്പോൾ ടാൻ അടിക്കൂല. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? എങ്ങനെയുണ്ടാവില്ല? അങ്ങനെ നമ്മളൊരു സ്ട്രീറ്റിൻ്റെ അകത്തുള്ളൊരു കടയിലെത്തി. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇതാണ് എക്സാക്ട്ലി എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ഒരു ബോഡി കോൺ ആവുകയും വേണം, പിന്നെ ഇതുപോലത്തെ ചെറി റെഡ് അങ്ങനത്തെ ഒരു കളറും വേണമെന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കണ്ടിട്ടുണ്ടായിരുന്നു ബൊട്ടീക്കല്ല, ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിലൊരു കടയിൽ കണ്ട്. അപ്പം അത് കുറച്ച് നല്ലതായിരുന്നു, കുറച്ച് അത്യാവശ്യം കളക്ഷനും ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളവിടെ അത് വെച്ചിട്ട് റിസ്ക് എടുത്ത് തിരിച്ച് വേറെ കുറേ കടയിൽ പോയി. എന്നിട്ട് എനിക്കിപ്പോൾ ഒരു സമാധാനമില്ല. വേറെ ഒരിടത്തും കിട്ടിയില്ല. അപ്പോൾ എനിക്കൊരു അതാരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ അങ്ങനൊരു ഫീല്. നമ്മൾ പിന്നെ ആ കടയിൽ തിരിച്ച് പോവുകയാണ്. ഉണ്ടാവോ സാധനം അവിടെ ഉണ്ടാവോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഹോപ്പ് ഫോർ ബെസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
അങ്ങനെ നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള നമ്മുടെ ഡ്രസ്സ് സെറ്റായിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ ഓക്കെ ആയി. ഇനി നമുക്ക് ആക്സസറീസ്, ചപ്പൽ, അങ്ങനത്തെ കൈൻഡ് ഓഫ് തിങ്സ് വാങ്ങണം. അപ്പോൾ കുറച്ചൊന്ന് സമാധാനം. ഇനി പതുക്കെ നോക്കിയാൽ മതി. 12:30 ആയിട്ടേ ഉള്ളൂ. മുടി സെറ്റാക്കണം. അയ്യോ, ഇതിലിങ്ങനെ തെറിക്കണടാ. കണ്ട ആലി? അയ്യോ, അതെന്തോന്നു? നമ്മൾ വിഷയത്തിൽ നിന്നും ചെറുതായിട്ട് തെന്നി മാറി. നമ്മൾ ഏതൊക്കെയോ കടയിൽ പോയിട്ടുണ്ടായിരുന്നു, സ്റ്റുഡിയോ, വേറെ എന്തൊക്കെയോ കടയിൽ. അത് കഴിഞ്ഞ് നമുക്ക് പ്രോപ്പറായിട്ട് എവിടെ നിന്ന് ഫുഡ് കഴിക്കണം എന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നെ അത്രയും വിശന്നിട്ട് അവിടെ അടുത്ത് കണ്ട ഒരു കടയിൽ നമ്മൾ റിവ്യൂ നോക്കിയപ്പം കുഴപ്പമില്ല, അവിടെ പോയിട്ട് ചിക്കൻ നൂഡിൽസും ബിരിയാണിയൊക്കെ കഴിച്ചു. സോ നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സഡൻലി എനിക്ക് ഇന്നലെ ഭയങ്കര ഒരു ഹെയർ ഒന്നും ഇല്ല എന്നുള്ളൊരു ചിന്ത വന്ന്, അങ്ങനെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കട്ട് ചെയ്യണം, എനിക്ക് കുറച്ചെങ്കിലും ഒന്ന് കട്ട് ചെയ്യണം, എന്നാലേ എനിക്കൊരു സമാധാനം വരുള്ളൂ. സോ നമ്മൾ ഇന്ദിരാനഗറിലുള്ള YLG ഒരു സലൂണിലെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം മുടി വെട്ടാനായിട്ട്. എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ആലിയാണ് ഫുൾ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഷീ വിൽ ഡിസൈഡ്. ഹൊസൂറിലെത്തി. ഇനി ഒരു കോഫി കുടിക്കാനായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കോഫിയും കൂടെ കുടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ പർച്ചേസിങ് വ്ളോഗ് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ സ്മാർട്ട് ബസാറുണ്ട് ഇവിടെ, അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോണത്. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴേക്കും മീഷോയിൽ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്തതല്ല, നെയിൽസ് മാത്രം. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് വാങ്ങിയ ആക്സസറീസ് കാര്യങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ നോക്കിയായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ ഫൈനലൈസ് ചെയ്ത എൻ്റെ ഡ്രസ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതൊക്കെ വെച്ചിട്ട് കുറച്ച് ഷോയും പിന്നെ വീട്ടിൽ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്ത്